പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വോട്ടുറപ്പിക്കാനുള്ള അവസാന വട്ട പാച്ചിലാണ്. ഞാനിപ്പോൾ നെയ്യാറ്റിൻകരയിലാണുള്ളത്. നെയ്യാറ്റിൻകരയിലെ നിലവിലെ MLA-യും LDF സ്ഥാനാർത്ഥിയുമായ കെ ആൻസൽ. എങ്ങനെയാണ് ഇപ്പോൾ അവസാന മണിക്കൂറുകൾ? എന്താ ഒരു ഫീല്? അല്ല, തെരഞ്ഞെടുപ്പിന് സാധാരണ ഇന്ന് കുറച്ച് സമയം നമുക്ക് ലഭിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ കാണുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അതിപ്പോൾ പരസ്യ പ്രചരണം അവസാനിപ്പിക്കാൻ ഇനി കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ. അപ്പോൾ വോട്ടർമാരെ നേരിട്ട് കാണുക എന്നുള്ളൊരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് രാവിലെ തുടങ്ങിയതാണ്. എല്ലായിടത്തും കൂടി എത്താൻ പറ്റിയോ ഈ ഒരു 3 ആഴ്ച കൊണ്ട്? മറ്റ് സ്ഥാനാർത്ഥികൾ വ്യത്യസ്തമായി കൂടുതൽ വോട്ടർമാരെ നേരിട്ട് കണ്ട ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അതിനിയും ഉള്ള മണിക്കൂറുകൾ, അതെന്ന് പറഞ്ഞാൽ നാളെ രാത്രി 11 മണി വരെയും ഫീൽഡിലുണ്ടാവും. ഒരു ഹാട്രിക് വിജയമാണ് ലക്ഷ്യമിടുന്നത്. 2016-ൽ, പിന്നീട് 2021-ൽ. ഇപ്പോൾ ആ ഹാട്രിക്ക് ഉറപ്പാണോ ഇവിടെ? തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടെ ഈ മണ്ഡലം നിലനിർത്തും. എന്താണ് മണ്ഡലത്തിലെ ചർച്ചാ വിഷയം? മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഉയർന്നു വന്ന വിഷയങ്ങൾക്ക് പരമാവധി 10 വർഷത്തിനകത്ത് ഇടപെട്ട് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ള പ്രശ്നമായിരുന്നു. കുടിവെള്ള പ്രശ്നത്തിന് 975-ൽ സ്ഥാപിതമായ 4,20,000 ലിറ്റർ ജലശുദ്ധീകരണശാല മാത്രമാണ് നെയ്യാറ്റിൻകര മണ്ഡലത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 4 പദ്ധതികളാണ് നമുക്ക് അനുമതി കിട്ടിയത്. ഒന്ന് കുമിളി പദ്ധതി, ഇത് കമ്മീഷൻ ചെയ്തു. അതിയന്നൂർ പദ്ധതി കമ്മീഷൻ ചെയ്തു. കാരോട് പദ്ധതി ഏകദേശം 123 കോടി രൂപയുടെയാണ് 3 പഞ്ചായത്തുകൾക്ക്. അതിന്റെ പ്രവൃത്തി 80% പൂർത്തീകരിച്ചു. നെയ്യാറ്റിൻകര തന്നെ മറ്റൊരു ജലശുദ്ധീകരണശാല 21 കോടി രൂപയുടെ, അതിന്റെ പ്രവൃത്തിയും പൂർത്തീകരണ ഘട്ടത്തിലാണ്. അങ്ങനെ 4 പുതിയ പദ്ധതിയിൽ കൂടി ഏകദേശം 85 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ശുദ്ധീകരിച്ച് ജനങ്ങൾക്ക് നൽകുന്നത്. ഇന്നത്തെ ഒരു നമ്മുടെ പരിപാടി എങ്ങനെയാണ് മൊത്തത്തില്? ഇന്ന് പൂർണ്ണമായും വീടുകൾ കേന്ദ്രീകരിക്കുക, സ്ട്രീറ്റ് കേന്ദ്രീകരിക്കുക, വ്യക്തികളെ കാണുക, അതാണ് പൂർണ്ണമായും ഇന്ന് വിനിയോഗിക്കുന്നത്. കൊട്ടിക്കലാശത്തിന്റെ ഒരു പ്ലാനൊക്കെ ആയോ? കൊട്ടിക്കലാശം നമുക്ക് നെയ്യാറ്റിൻകര അമ്മൻകുട മഹോത്സവമായതുകൊണ്ട് നെയ്യാറ്റിൻകര ടൗണിൽ നിന്ന് ഒഴിവാക്കി ഉദ്യോഗങ്ങളിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുക, അത് കഴിഞ്ഞ് അമ്മൻകോവിൽ മഹോത്സവമായി ബന്ധപ്പെട്ട് അവിടെ ആളുകളെ കാണുന്നതിന് വേണ്ടി ഒന്ന് ഇടപെടും. ശക്തി പ്രകടനം തന്നെ ആയിരിക്കും. അതെ, ഇന്നലെ റോഡ് ഷോ ഒക്കെ കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ നെയ്യാറ്റിൻകരയിലും തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച സീറ്റായി തന്നെയാണ്, അല്ലെ, ഉറച്ച സീറ്റായി തന്നെയാണ് അവർ ഇതിനെ വിലയിരുത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിരാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.